ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പ്രീമിയർ ലീഗിലേക്കും ഇമ്പോർട്ടൻറ്റ് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലേക്കൊക്കെ കിടക്കുമ്പോൾ ആഴ്സണലിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലേക്ക് വന്നത്. ആദ്യം തന്നെ ഇമ്പോർട്ടൻറ്റും വളരെ സന്തോഷകരമായുള്ളൊരു കാര്യം തന്നെ അറിയിക്കട്ടെ. ദ സ്റ്റാർ ബോയ് ഈസ് ബാക്ക്. ബുക്കായോ സാക്ക തിരിച്ചെത്തുകയാണ് എന്നുള്ളതാണ്. താരം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ഒരു സന്തോഷ വിവരം എല്ലാവരോടും ഷെയർ ചെയ്തു എന്നുള്ളതാണ്. ഹലോ ഗായ്സ് എന്ന് പറയുന്ന ഒരു അടിക്കുറിപ്പോടുകൂടിയാണ് അദ്ദേഹം ഈ ഒരു ചിത്രം, നല്ല ഒരു ഫുൾ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തിയ ഒരു ചിത്രം അദ്ദേഹം പങ്കുവെച്ചത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ക്രിസ്റ്റൽ പാലസിനെതിരെ സെൽഹസ്റ്റ് പാർക്കിൽ വെച്ച് നടന്ന മത്സരത്തിൽ തകർപ്പൻ വിക്ടറിക്കിടയിൽ ബുക്കായോ സാക്കയ്ക്ക് ഹാംസ്ട്രിങ് ടീർ വരികയും ഇദ്ദേഹം ഇഞ്ചേർഡായി പോയതും. അതിനുശേഷം 3 മാസം കഴിഞ്ഞു. ഇപ്പോഴും ആഴ്സണൽ പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോൾ ആവറേജ് ലിസ്റ്റിൽ ഇപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത് ബുക്കായോ സാക്ക തന്നെയാണ് എന്നുള്ളതാണ്. 24 മത്സരങ്ങളിൽ നിന്നും ഈ സീസണിൽ 22 ഗോൾ ഓർ അസിസ്റ്റ് ഈ താരത്തിൻ്റെ പേരിലുണ്ട് എന്നുള്ളതാണ്. ഇതിന് പ്രീമിയർ ലീഗിൻ്റെ അസിസ്റ്റ് ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും 16 മത്സരങ്ങളിൽ നിന്ന് 10 അസിസ്റ്റുമായിട്ട് രണ്ടാമതുണ്ട്. ജോയിൻറ്റ് സെക്കൻഡ് റണ്ണർ പൊസിഷനിൽ ഇപ്പോഴും ബുക്കായോ സാക്ക ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു താരത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ടീമിലേക്ക് മിക്കേൽ ആർട്ടേറ്റ വന്നതിന് ശേഷം ഈ ഒരു താരം ടീമിനുണ്ടാക്കിയ ഇൻഫ്ലുവൻസും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് എല്ലാ ആഴ്സണൽ ഫാൻസിനും അറിയാവുന്ന കാര്യമാണ്. മിക്കേൽ ആർട്ടേറ്റ 2019 വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് കളിച്ചതും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതും അസിസ്റ്റ് നേടിയതും ചാൻസസ് ക്രിയേറ്റ് ചെയ്തതും ഷോട്ടുകൾ എടുത്തതും എല്ലാം ഈ താരം തന്നെയാണ്. മിക്കേൽ ആർട്ടേറ്റയുടെ ഒരു സിസ്റ്റത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു പ്ലെയറാണ് കഴിഞ്ഞ 3 മാസമായിട്ട് ആഴ്സണലിൻ്റെ കൂടെ ഉണ്ടാവാതിരുന്നത് എന്നുള്ളതാണ്. സെൽഹസ്റ്റ് പാർക്കിൽ അന്ന് ഇഞ്ചുറി പറ്റി പോകുമ്പോൾ ലിവർപൂളായിട്ട് 3 പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് 12 പോയിൻറ്റ് വ്യത്യാസമാണ്. ശരിയാണ്, നമ്മുടെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസൊക്കെ ഏറെക്കുറെ അവസാനിച്ചു. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് മത്സരങ്ങൾ, സ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡുള്ള മത്സരമൊക്കെ കടന്നു വരുമ്പോൾ ബുക്കായോ സാക്കയുടെ തിരിച്ചുവരവ് വല്ലാത്തൊരു ബൂസ്റ്റ് തന്നെയാണ് ആഴ്സണലിനും ആഴ്സണൽ ഫാൻസിനും കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെറ്റ് പീസ് FC എന്ന് പറയുന്നൊരു ചെല്ലപ്പേര് നമുക്ക് സീസണിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സെക്ഷനിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ നൽകിയൊരു പ്ലെയർ തന്നെയാണ് ബുക്കായോ സാക്ക. കാരണം നമുക്കറിയാം, ബുക്കായോ സാക്കയും ഡെക്ലാൻ റൈസുമായിരുന്നു ആഴ്സണലിലെ കോർണേഴ്സ് എടുക്കാറ്. ആ ഒരു സമയത്ത് ബുക്കായോ സാക്ക ഇഞ്ചേർഡ് ആവുന്നതിന് മുമ്പ് 17 മത്സരങ്ങളിൽ നിന്ന് 8 കോർണർ ഗോളുകളാണ് ആഴ്സണൽ നേടിയിരുന്നത്. അതിനകത്ത് 5 എണ്ണത്തിനും അസിസ്റ്റ് വെച്ച് ബുക്കായോ സാക്ക തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ബുക്കായോ സാക്കൻ്റെ ഇഞ്ചുറിക്ക് ശേഷം ഈ കോർണർ FC എന്ന് പറയുന്ന ടീമിൻ്റെ പ്രതാപം പതുക്കെ ഇങ്ങനെ താഴോട്ട് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. അധികമായി കോർണർ ഗോൾസ് വരാത്തും സെറ്റ് പീസ് FC ആ ഒരു സെറ്റ് പീസിൽ നിന്നും ഗോളുകൾ കണ്ടെത്താതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഒരുപാട് കണ്ടതാണ്. അതെല്ലാവരും മറന്നു കഴിഞ്ഞു. ആ സെറ്റ് പീസ് FC എന്ന് പറയുന്ന ഒരു ചെല്ലപ്പേരൊക്കെ എല്ലാവരും മറന്നു കഴിഞ്ഞതാണ്. ബുക്കായോ സാക്കയുടെ ആ ഒരു പ്രസൻസ് അവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പ്ലെയറിൻ്റെ അറ്റാക്കിംഗ് ത്രെറ്റ്സിനെ പറ്റി എല്ലാ ആഴ്സണൽ ഫാൻസും, പ്രീമിയർ ലീഗ് എല്ലാ ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. 1-on-1 സിറ്റുവേഷൻസിലാണെങ്കിലും ലെഫ്റ്റ് ഫുട്ടർ ഷോട്ടുകളിലാണെങ്കിലും അതേപോലെ തന്നെ കമ്പൈൻ ഗെയിംസിലാണെങ്കിലും എസ്പെഷ്യലി ഡിഫെൻസീവ് വർക്ക് ഈ പ്ലെയറിൻ്റെ എടുത്ത് പറയേണ്ടതാണ്. ഓഫ് ദ ബോൾ എഫേർട്ട് ഈ പ്ലെയർ, എനിക്ക് അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ത്രെറ്റിൽ എത്രത്തോളം അദ്ദേഹം ഡേഞ്ചറസ് ആണോ അതിനേക്കാളും സംടൈംസ് കൂടുതൽ എഫേർട്ട് അദ്ദേഹം ഡിഫെൻസീവ് ഏരിയാസിലും പ്രൊവൈഡ് ചെയ്യുന്നത് കാണുമ്പോൾ ആസ് എ ആഴ്സണൽ ഫാൻ നമുക്കറിയാം ഈ പ്ലെയർ ആ റൈറ്റ് ഫ്ലാങ്ങിൽ നമുക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ളത് കാര്യം. ബാക്കിലോട്ട് ട്രാക്ക് ചെയ്യുന്നതാണെങ്കിലും അതേപോലെ ബ്ലോക്ക് വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ ഒരു പ്ലെയർ ഡിഫെൻസീവ് വർക്ക് ചെയ്യുന്നതിന് ഒട്ടും മടിയില്ലാത്തൊരു പ്ലെയർ തന്നെയായിരുന്നു. ശരിക്കും ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ സീസണിലെ പോലെ റൈറ്റ് ഫ്ലാങ്ങിൽ നമ്മുടെ ഒരു അറ്റാക്കിംഗ് മിസൈലായിരിക്കും ബുക്കായോ സാക്ക നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. റൈറ്റ് ഫ്ലാങ്ങിൽ ഒരു ടോട്ടൽ ഡോമിനേഷൻ ആഴ്സണലിന് കിട്ടും ബുക്കായോ സാക്ക വഴി എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം തന്നെ. അൺഫോർച്ചുനേറ്റ്ലി ഇഞ്ചുറീസ് നമുക്ക് ഈ സീസണിൽ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ ബാധിച്ചൊരു കാര്യം തന്നെയാണ് ബുക്കായോ സാക്ക പോയത് എന്നുള്ളത്. കാരണം ഗോൾ അടിക്കാനില്ലാത്തൊരു സാഹചര്യത്തിലൂടെ ആഴ്സണൽ കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി അതേപോലെ തന്നെ മാർട്ടിൻ ഒഡഗാർഡിൻ്റെ കാര്യം, നമ്മുടെ ക്യാപ്റ്റനായ ഒഡഗാർഡിൻ്റെ കാര്യം എടുത്തു പറയാനാണ്. ഈ ഒരു സീസണിൽ അത്ര നല്ല പെർഫോമൻസ് എല്ലാ താരത്തിനുള്ളത്. ആദ്യമേ തന്നെ ഇഞ്ചുറി പറ്റിയ മാസങ്ങളോളം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നപ്പോഴും ബുക്കായോ സാക്ക ഇല്ലാതെ വരുമ്പോഴുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തീരെ ഡൗൺ ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ബുക്കായോ സാക്കയും മാർട്ടിൻ ഒഡഗാർഡും തമ്മിലുള്ള കെമിസ്ട്രി ഇപ്പോൾ സീസണുകളായിട്ട് പ്രീമിയർ ലീഗിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, സുപരിചിതമായൊരു കാര്യം തന്നെയാണ്. ഈ ഒരു സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ 12 മത്സരങ്ങളിൽ മാത്രമാണ് ബുക്കായോ സാക്കയും മാർട്ടിൻ ഒഡഗാർഡും ഒരുമിച്ച് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ മത്സരങ്ങൾ ഒന്നിൽ പോലും ആഴ്സണലിൽ തോൽവി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ 2 പ്ലേയേഴ്സിൻ്റെയും ഇമ്പാക്റ്റ് എന്താണ് ടീമിലുള്ളത് എന്നുള്ളത്. ബുക്കായോ സാക്കയുടെ തിരിച്ചുവരവ് മേ ബി മാർട്ടിൻ ഒഡഗാർഡിൻ്റെ ഒരു ഫോം ഉയർത്തുന്നതിൽ ചിലപ്പോൾ കാരണമായേക്കാം എന്നുള്ളതാണ്. 2 പേരുടെയും കോമ്പിനേഷൻ ഗെയിം വർക്കൗട്ട് ആയാൽ ഒഡഗാർഡിൻ്റെ കോൺട്രിബ്യൂഷനും നല്ല രീതിയിൽ ഉയരാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ്.
ഇനി പറയാനുള്ളത് ബുക്കായോ സാക്ക എത്ര പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫുൾഹാമായിട്ട് മത്സരം വരുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യം തന്നെ. അതിനുശേഷം വീക്കെൻഡിൽ എവർട്ടണായിട്ട് മത്സരം വരുന്നുണ്ട്. അതിനുശേഷമാണ് നെക്സ്റ്റ് വീക്ക് മിഡിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് വേണ്ടി റയൽ മാഡ്രിഡ് എമിറേറ്റ്സിലേക്ക് വരുന്ന ഫസ്റ്റ് ലെഗിന് വേണ്ടി. തൊട്ടടുത്ത ആഴ്ച തന്നെ ആർസണൽ സാന്റിയാഗോ ബെർണബിയിലേക്കും പോകുന്നുണ്ട് സെക്കൻഡ് ലെഗിന് വേണ്ടി. സോ മേ ബി ഫുൾഹാമായിട്ടുള്ള മത്സരത്തിൽ ബെഞ്ചിൽ ബുക്കായോ സാക്ക ഉണ്ടായേക്കാം. എവർട്ടണായിട്ടുള്ള മത്സരത്തിലും അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. അതിനുശേഷം റയൽ മാഡ്രിഡ് ആയിട്ടുള്ള മത്സരത്തിലായിരിക്കും സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് ബുക്കായോ സാക്ക വരാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. റീസെൻ്റ്ലി മാർട്ടിനെല്ലിയുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. കുറേ നാളത്തെ ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്ന മാർട്ടിനെല്ലി ആദ്യത്തെ 2 മത്സരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് പുഷ് ചെയ്തത് ആർട്ടറ്റ. ബുക്കായോ സാക്കൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഒരു അനാവശ്യമായി പുഷ് കൊടുക്കേണ്ട ആവശ്യം എന്തായാലും മിക്കൽ ആർട്ടറ്റയ്ക്ക് തൽക്കാലം ഇല്ല. കാരണം റൈറ്റ് വിങ്ങിൽ ഓൾറെഡി ഈതൻ ന്യൂനറി കളിച്ചു പോകുന്നുണ്ട് ആ ഒരു വിങ്ങിലേക്ക്. അതേപോലെ തന്നെ മാർട്ടിനെല്ലി ആണെങ്കിലും റൈറ്റ് വിങ്ങിൽ അത്യാവശ്യം നന്നായ രീതിയിൽ കളിച്ചു പോകുന്നത് ലാസ്റ്റ് ചെൽസിയുള്ള മത്സരത്തിലൊക്കെ കണ്ടതാണ്. സോ മേ ബി ബുക്കായോ സാക്കനെ അനാവശ്യമായിട്ട് പ്രീമിയർ ലീഗിൽ പുഷ് ചെയ്യേണ്ട ഒരു അത്യാവശ്യ ഘടകം ഇപ്പോൾ എന്തായാലും മിക്കൽ ആർട്ടറ്റയുടെ മുൻപിൽ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രീമിയർ ലീഗ് റേസ് ഏറെക്കുറെ അവസാനിച്ചതാണ്. സോ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കാവൂ എന്നുള്ളതാണ്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ആർസണലിന് നിലനിൽക്കുന്ന ഒരു ട്രോഫി സാധ്യത തന്നെയാണ്. നേരിടാൻ പോകുന്നത് ആ ലീഗിലെ രാജാക്കന്മാരെയാണ്. സോ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചാമ്പ്യൻസ് ലീഗിലേക്ക് അത്യാവശ്യം മിനിറ്റ്സ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ബുക്കായോ സാക്കയ്ക്ക് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷാർപ്നെസ് തിരിച്ചു കിട്ടിയതിന് ശേഷം, ആ ഒരു പ്ലേയിങ് ടച്ച് തിരിച്ചു കിട്ടിയതിന് ശേഷം ചാമ്പ്യൻസ് ലീഗിലേക്ക് ബുക്കായോ സാക്കയെ സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നതും ചിന്തിക്കുന്നതും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നതും മിക്കൽ ആർട്ടറ്റയിൽ നിന്ന് അത് തന്നെയാണ്. പക്ഷെ മറ്റൊരു പക്ഷം പറയുന്ന ഫാൻസിൻ്റെ മറ്റൊരു പക്ഷം പറയുന്നത് മേ ബി കുറച്ചും കൂടി ടൈം ബുക്കായോ സാക്കയെ അലൗ ചെയ്ത് സെക്കൻഡ് ലെഗിൽ സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അതൊരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് റയൽ മാഡ്രിഡിനെതിരെ ഫസ്റ്റ് ലെഗിൽ എമിറേറ്റ്സിൽ യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നൊരു പക്ഷമുണ്ട്. അതും തെറ്റ് പറയാനില്ല. കാരണം ബുക്കായോ സാക്ക ഇതിനു മുമ്പ് ഇഞ്ചേർഡ് ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ 2-3 ആഴ്ചകൾ മാത്രമാണ് പ്ലെയർ അങ്ങനെ ഇഞ്ചേർഡ് ആയിട്ടുള്ള അധികം കണ്ടിട്ടുള്ളത്. ഒരു 3 മാസമൊക്കെ ഇത്രയും വലിയൊരു ഇഞ്ചുറി കാരണം മാറിയിരിക്കുന്ന ഒരു സിനാരിയോ ബുക്കായോ സാക്കയ്ക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ ആ ഒരു പ്ലെയറിന് എത്രത്തോളം സമയം എടുക്കും ഒന്ന് കോപ്പപ്പ് ചെയ്യാനായിട്ട്, അദ്ദേഹത്തിൻ്റെ ആ ഷാർപ്നെസ് തിരിച്ചു കിട്ടാനായിട്ട് എത്രത്തോളം സമയം എടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ മേ ബി സെക്കൻഡ് ലെഗിലേക്ക് സ്റ്റാർട്ടറായിട്ട് ഇറക്കണം എന്ന് വിചാരിച്ചാൽ തെറ്റ് പറയാനില്ല എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ പ്ലെയറിൻ്റെ ഭാഗത്ത് ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക എന്നുള്ളതും നമ്മൾ ആർസണൽ ഫാൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം 3 മാസത്തെ ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് ആ പ്ലെയർ തിരിച്ചു വരുന്നത്. അതും ടീം സ്ട്രഗിൾ ചെയ്യുന്ന അത്യാവശ്യം ഗോൾ നേടാനായിട്ട് സ്ട്രഗിളിംഗ് ഒക്കെ സ്റ്റേജിലൂടെ തന്നെയാണ് ആർസണൽ ഇപ്പോഴും കടന്നു പോകുന്നത്. സോ ആ ഒരു ഏരിയയിലേക്ക് ബുക്കായോ സാക്ക വരുമ്പോൾ ഉടനടി ഇൻസ്റ്റൻറ്റ് മാജിക് എക്സ്പെക്റ്റ് ചെയ്യാതെ പ്ലെയറിന് അതിൻ്റേതായ സമയം കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് വരുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ ചാമ്പ്യൻസ് ലീഗിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മാച്ച് തന്നെയാണ് വരുന്നത്. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഓവർ എക്സ്പെക്റ്റേഷൻ ആവാതെ നോക്കേണ്ടതും നമ്മുടെ ഒരു കടമ തന്നെയാണ് എന്നുള്ളതാണ്. ബുക്കായോ സാക്ക സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് തിരിച്ചെത്തുന്നതോടുകൂടി തന്നെ ഈതൻ ന്യൂനറിക്ക് റൈറ്റ് വിങ്ങിൻ്റെ ആ ഒരു പ്ലെയറിൻ്റെ സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സീസണിലെ കണ്ടുപിടുത്തങ്ങളാണ് മൈൽസ് ലൂയിസ് സ്കെല്ലിയും ഈതൻ ന്യൂനറി എല്ലാം. ഈ ഒരു സീസണിൽ തന്നെ ഓൾറെഡി 8 ഗോളുകൾ ഈ തരം നേടിക്കഴിഞ്ഞാൽ അത് 4 എണ്ണം നേടിയത് ബുക്കായോ സാക്ക ഇഞ്ചേർഡായി പുറത്തു പോയതിന് ശേഷമാണ് എന്നുള്ളതാണ്. സോ അതേപോലെ തന്നെ ഈ അടുത്ത Under-21 ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. പോർച്ചുഗലിനെതിരെ ഒരു തകർപ്പൻ ഗോൾ നേടി എന്നുള്ളതാണ്. സോ ഒരു റെഡ് ഹോട്ട് ഫോമിലുള്ള പ്ലെയർ തന്നെയാണ്. പക്ഷെ 18 വയസ്സേ ഉള്ള താരത്തിന്. സോ ഇപ്പോൾ ആ ഒരു പൊസിഷൻ ബുക്കായോ സാക്കയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുന്ന വലിയൊരു നഷ്ടമായിട്ടൊന്നും പ്ലെയറിന് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഈതൻ ന്യൂനറിക്ക് പുതിയൊരു കോൺട്രാക്റ്റ് ആർസണൽ കൊടുക്കാൻ പോകുന്നു എന്നുള്ള ശക്തമായ റൂമേഴ്സ് ഉണ്ട്. എന്തായാലും വെൽ ഡിസേർവിംഗ് ആണ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് ആ ഒരു പ്ലെയറിന് ഒരു നല്ല കോൺട്രാക്റ്റ് കൊടുത്ത്, ലോങ് ടൈം കോൺട്രാക്റ്റ് കൊടുത്ത് പ്ലെയറിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. സോ ഈതൻ ന്യൂനറിക്ക് ആ ഒരു പൊസിഷൻ മേ ബി കുറച്ച് കാലത്തേക്ക് മാറി നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ മിക്കൽ ആർട്ടറ്റ പുതിയൊരു പൊസിഷനിലേക്ക് താരത്തെ ട്രൈ ചെയ്യുന്നവരെ മേ ബി ബെഞ്ചിലായിരിക്കും ഈതൻ ന്യൂനറി പിന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇനി പറയാനുള്ളത് ആർസണലിൻ്റെ കുറച്ച് ഇഞ്ചുറി കൺസേൺസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ ഇടയിൽ പിടിച്ച പുതിയ കുറച്ച് ഇഞ്ചുറി പൊല്ലാപ്പുകളുണ്ട്. ലെഫ്റ്റ് ബാക്കിൽ റിക്കാർഡോ കാലിഫിയോറി, ഇറ്റാലിയൻ പ്ലെയർ, ഒരു പുതിയൊരു നീ ഇഞ്ചുറി വാങ്ങിക്കൊണ്ടാണ് ആർസണലിലേക്ക് തിരിച്ചു വന്നത്. ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ജർമ്മനിയുള്ള മത്സരത്തിൽ ഫസ്റ്റ് ലെഗ് മത്സരത്തിനിടയിലാണ് താരത്തിന് ഇഞ്ചുറി സംഭവിച്ചത്. സെക്കൻഡ് ലെഗ് മത്സരത്തിൽ താരം കളിച്ചില്ല എന്നുള്ളതാണ്. കറക്റ്റായുള്ള റിട്ടേൺ ഡേറ്റ് പറയുന്നില്ലെങ്കിലും കുറച്ച് വീക്സ് നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്. സോ മേ ബി റയൽ മാഡ്രിഡുള്ള മത്സരത്തിൽ താരം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ബോത്ത് 2 ലെഗ്സിലും താരം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. ഫോർച്യുനേറ്റ്ലി ആർസണലിന് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മാത്രം ധാരാളം പ്ലെയേഴ്സ് ഉള്ളത് കാരണം അത് വലിയൊരു അടി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കാലിഫിയോറി ഒരു നല്ലൊരു പ്ലെയറാണ്. സോ ഒരു പ്ലെയറിനെ റയൽ മാഡ്രിഡിനെ പോലെ ഒരു ടീമിനെതിരെയുള്ള മത്സരത്തിൽ മിസ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് സംഭവം തന്നെയാണ്. എനിവേ മറ്റൊരു ഇഞ്ചുറി കൺസേൺ എന്ന് പറയുന്നത് ജൂലിയൻ ടിമ്പറിൻ്റെ കേസാണ്.
നെതർലാൻഡ്സിന് വേണ്ടി കളിക്കാൻ പോയ താരം പക്ഷേ ഇൽനെസ് കാരണം കളിക്കാൻ കഴിയാതെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫുൾഹാമുള്ള മത്സരമൊക്കെ ആകുമ്പോഴേക്കും താരം സെറ്റ് ആവുമെന്ന് തന്നെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. മേ ബി ബെൻ വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടി റെസ്റ്റ് ഒക്കെ കിട്ടി നിൽക്കുന്ന പ്ലെയർ എന്ന രീതിയിൽ മേ ബി ബെൻ വൈറ്റ് ആയിരിക്കും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ റൈറ്റ് ബാക്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതാണ്. മറ്റുള്ള ഇഞ്ചുറി കൺസേൺസ് ഒന്നും വേറെ പുതിയതായിട്ടൊന്നും പറയാനില്ല, കാരണം ഓൾറെഡി ഉള്ള ലിസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതേപോലെ ഇനി കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടർ ആൻഡ്രിയ ബെർട്ടയെ കുറിച്ച് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. സോ ഇദ്ദേഹം ഒഫീഷ്യലായിട്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ ആർസണലിലൂടെ ജോയിൻ ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. മേ ബി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ ന്യൂസ് ഒഫീഷ്യൽ ന്യൂസ് മേ ബി ക്ലബ്ബ് പുറത്ത് വിട്ടേക്കാം അദ്ദേഹം ചാർജ് എടുത്തതായിട്ട്. സോ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു മേജർ ട്രാൻസ്ഫർ റൂമർ ആർസണലിനെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബിമെൻഡിയുടെ കാര്യമാണ്. റിയൽ സൊസിഡാഡ് പ്ലെയർ, സ്പാനിഷ് പ്ലെയറിനെ നമ്മൾ ജനുവരി തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ സമ്മറിൽ ഈ ഒരു പ്ലെയറിനായിട്ട് സംസാരിച്ച് ഡീലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെർബൽ എഗ്രിമെൻറ്റ് പ്ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്, അവർ കൺവിൻസ് ചെയ്തിട്ടുണ്ട് പ്ലെയർ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ ആ ഒരു റേസിലേക്ക് റയൽ മാഡ്രിഡും കയറി എന്നുള്ളതാണ്. സോ നമുക്കറിയാം വേറെ ഏത് ക്ലബ്ബാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ റയൽ മാഡ്രിഡ് റേസിൽ വന്നു കഴിഞ്ഞാൽ ഏത് താരവും വേണമെങ്കിൽ മനം മാറ്റും എന്നുള്ളതാണ്. സോ സുബിമെൻഡിയുടെ കാര്യത്തിലൊരു അപായമണി മുഴങ്ങുന്നുണ്ട്. അതെന്താണെന്നുള്ള സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്നവരെ നമ്മൾ കാത്തിരുന്നേ പറ്റുള്ളൂ. നമ്മുടെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടർ ചാർജ് എടുത്തതിന് ശേഷം ചിലപ്പോൾ മേ ബി കാര്യങ്ങൾ പിന്നെയും ആർസണലിന് തന്നെ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് റൂമേഴ്സ് വന്നേക്കാം എന്നുള്ളതാണ്. നിലവിൽ റയൽ മാഡ്രിഡ് ആ റേസിലുണ്ട് എന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. സോ റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് തന്നെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ്. അതുപോലെ പിന്നെ സ്ട്രൈക്കറിൻ്റെ കാര്യത്തിൽ നമ്മൾ റൂമേഴ്സ് കേൾക്കുന്നതായിട്ട് കാലം കുറേ ആയി. ഇപ്പോൾ ഇസാക്കിൻ്റെ കാര്യത്തിൽ ഡേ ബൈ ഡേ സാധ്യത കുറഞ്ഞു വരികയാണ്. ന്യൂ കാസിലിൻ്റെ ആസ്കിങ് പ്രൈസ് വളരെ കൂടുതലാണെന്ന് ഇപ്പോൾ ആർസണൽ കൺസിഡർ ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. 100 to 130 മില്യൺ ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹ്യൂഗോ എറ്റിക്കിറ്റിസ് എന്ന് പറയുന്ന ഫ്രാങ്ക്ഫുട്ട് പ്ലെയറിനെ മിക്കേൽ ആർട്ടറ്റ കണ്ണു വെച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. 60 മില്യൺ പൗണ്ട്സ് അങ്ങനെയാണ് ആ താരത്തിനുള്ളൂ. സോ ആ ഒരു പ്ലെയറിനെ കൊണ്ടുവരാനായിട്ട്, ആ ഒരു യങ് പ്ലെയറിനെ കൊണ്ടുവരാനായിട്ട് ആർസണൽ മേ ബി ശ്രമിച്ചേക്കാം എന്ന തരത്തിലുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. അതേപോലെ ഗോയിക്കേഴ്സിനെ വെച്ച്, സ്പോർട്ടിങ്ങിൻ്റെ ഗോയിക്കേഴ്സിനെ വെച്ച് ധാരാളം റൂമേഴ്സ് ഇപ്പോൾ കുറച്ചും കൂടി എനർജിയിൽ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ആൻഡ്രിയ ബെർട്ട ജോയിൻ ചെയ്തതിന് ശേഷം ഈ റൂമേഴ്സിനൊക്കെ കുറച്ചുകൂടി ശക്തി പിടിക്കുകയായിരിക്കും. ഏത് ദിശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി പറയാനുള്ളത് റയൽ മാഡ്രിഡിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 മത്സരം എല്ലാവർക്കും ഓർമ്മയുള്ളതായിരിക്കും. ഈ അടുത്ത് കഴിഞ്ഞ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് മത്സരം അവസാനിച്ചത്. ജൂലിയൻ ആൽവാരസിൻ്റെ ഡബിൾ ടച്ചും വിന്നിംഗ് ഗോൾ നേടിയതിനു ശേഷമുള്ള റുഡിഗറിൻ്റെ ഒരു മോക്കിംഗ് റണ്ണും എല്ലാം എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമായിരിക്കും. സോ അതിനുശേഷം റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ, അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസിന് മുമ്പിൽ വെച്ചുള്ള ഒരു നടത്തിയ സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ യുഎഫ ഒരു എത്തിക്സ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു എത്തിക്സ് ഇൻസ്പെക്ടറെ അവരതിനുവേണ്ടി ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. വീഡിയോ എവിഡൻസും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് 4 പ്ലേയേഴ്സിനെതിരെയാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ വന്നിരിക്കുന്നത്. കിലിയൻ എംബാപ്പെ, റുഡിഗർ, വിനീഷ്യസ് ജൂനിയർ, അതേപോലെ തന്നെ ഡാനി സബിയോസ്. ഈ 4 പ്ലേയേഴ്സിനെതിരെയാണ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നത് എന്നുള്ളതാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് സപ്പോർട്ടേഴ്സിനെ ഒഫൻഡ് ചെയ്യുന്ന രീതിയിൽ സെലിബ്രേഷൻസ് നടത്തിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. അതാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. സോ അതിൻ്റെ വിധി എന്തായിരിക്കും എന്നുള്ളതെന്ന് വെച്ചാൽ, ശിക്ഷ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി സസ്പെൻഷനോ, മൾട്ടിപ്പിൾ ഗെയിം സസ്പെൻഷനോ അല്ലെങ്കിൽ ഫൈനോ ആവാനാണ് ചാൻസ്. അതിൽ കൂടുതലും ഫൈൻ വരാനാണ് ചാൻസ് എന്നാണ് റൂമേഴ്സ് പറഞ്ഞു കേൾക്കുന്നത്. സസ്പെൻഷനിലേക്ക് പോകാൻ ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. സോ ഇനി ഒന്നാമത്തെ കാര്യം, ഇൻവെസ്റ്റിഗേഷൻ എത്രത്തോളം സമയം എടുക്കും എന്നുള്ളത് അറിയില്ല. ആർസണലായിട്ടുള്ള ഫസ്റ്റ് ലെഗ് മത്സരത്തിന് മുൻപാണ് ഇതിൻ്റെ ഒരു വിധി വരുന്നതെങ്കിൽ മേ ബി ഒരു സസ്പെൻഷനൊക്കെ കിട്ടണമെന്ന് ആർസണൽ ഫാൻസ് ആഗ്രഹിക്കും സ്വാഭാവികമായിട്ടും പ്ലേയേഴ്സിന്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് പറയാൻ കിട്ടുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെയും ഡിയേഗോ സിമിയോണിയുടെയും ഇൻസിഡൻ്റ് ആണ്. അവർ യുവൻറ്റസ് വേഴ്സസ് അത്ലറ്റിക്കോ മത്സരത്തിൽ 2 ഗോളിന് അത്ലറ്റിക്കോ വിജയിച്ചിരുന്നപ്പോൾ ഡിയേഗോ സിമിയോണിയുടെ വക ഒരു സെലിബ്രേഷൻ, അതിന് കൗണ്ടർ റൊണാൾഡോൻ്റെ വക 3-0 കംബാക്ക് നടത്തിയതിന് ശേഷം ട്യൂറലിൽ വെച്ചിട്ട് ഈ 2 സെലിബ്രേഷനും ഈ 2 വ്യക്തികൾക്കും ഫൈൻ കിട്ടിയതായിരുന്നു. സോ അതേപോലെ ഒരു ഫൈൻ ശിക്ഷാ നടപടി തന്നെയാണ്. പിഴ
തുക അടയ്ക്കേണ്ടി വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എല്ലാവരും. പക്ഷേ സസ്പെൻഷൻ്റെ ആ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. സോ എനിവേ റയൽ മാഡ്രിഡിന് ഓൾറെഡി ഇഞ്ചുറി കൺസേൺസും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ കൂടെ ടോപ്പ് 4 പ്ലേയേഴ്സിനെ, അല്ലെങ്കിൽ ഡാനി സെബായോസ് ഓൾറെഡി ഇഞ്ചേർഡ് ആണ്, ബാക്കിയുള്ള ടോപ്പ് 3 പ്ലേയേഴ്സിനെയും മിസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് കണ്ടറിയാവുന്ന ഒരു കാര്യമാണ് ആർസണലിനെതിരെ. ഓക്കെ ഗൈസ്, എനിവേ ബുക്കായോ സാക്കയുടെ തിരിച്ചൊരു ആർസണലിന് എത്രത്തോളം ബൂസ്റ്റ് നൽകും എന്നുള്ളത്, അതേപോലെ റയൽ മാഡ്രിഡിനെതിരെ ആർസണലിൻ്റെ ചാൻസസ് എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ ആർസണൽ വേഴ്സസ് റയൽ മാഡ്രിഡ് ഒരു പ്രിവ്യൂ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതുമായിരിക്കും നെക്സ്റ്റ് വീക്കായിട്ട്. ഓക്കെ ഗൈസ്, എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ ചാനലിനെ പറ്റിയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. ഇങ്ങനൊരു ചാനലുണ്ട്, ഇവിടെ ഇങ്ങനെ വീഡിയോസൊക്കെ വരാറുണ്ട്, നൈസ് ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മളെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.